നമസ്കാരം. പന്തളത്തിൻ്റെ പുണ്യഭൂമിയിൽ കാലത്തിൻ്റെ സാക്ഷിയായി തണലേകി നിൽക്കുന്ന ഈ നാടിൻ്റെ ആത്മീയ പൈതൃകത്തിൻ്റെ ഒരു ഭാഗം തന്നെയായ മണികണ്ഠനാൽ വിശ്വാസത്തിൻ്റെ വഴികളിലൂടെ, പാരമ്പര്യത്തിൻ്റെ വേരുകളിലൂടെ നമ്മുടെ സംസ്കാരത്തിൻ്റെ സൗന്ദര്യം തേടി സംസ്കാരയോടൊപ്പം പന്തളത്തിൻ്റെ പുണ്യഭൂമിയിലേക്ക് ഒരു യാത്ര. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സംസ്കാരയുടെ ഈ മനോഹരമായ യാത്രയുടെ ഭാഗമാകൂ. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ശാന്തമായ ക്ഷേത്രമുറ്റവും പ്രാർത്ഥനകളുടെ നാദവും തലമുറകളായി കൈമാറി വരുന്ന ആചാരങ്ങളും പന്തളത്തെ ഒരു തീർത്ഥാടന കേന്ദ്രം മാത്രമല്ല, കേരളത്തിൻ്റെ ആത്മീയ പൈതൃകത്തിൻ്റെ ജീവിക്കുന്നൊരു അധ്യായമാക്കി മാറ്റുന്നു. അമ്പലത്തിലേക്കുള്ള ഓരോ വഴിത്താരയ്ക്കും പറയാനുണ്ട് ഒരു വിശ്വാസത്തിൻ്റെ കഥ. അച്ചൻ കോവിലാറിൻ്റെ ശാന്തമായ തീരത്ത് അയ്യപ്പസ്വാമിയുടെ പുണ്യസ്മരണകൾ നെഞ്ചിലേറ്റി നിലകൊള്ളുന്ന പുണ്യഭൂമി പന്തളം വലിയ കോയിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. മകരവിളക്കിനോടനുബന്ധിച്ച് ശബരിമല ശ്രീ അയ്യപ്പസ്വാമിക്ക് ചാർത്തുന്ന തിരുവാഭരണങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന പുണ്യസ്ഥലം കൂടിയാണ് പന്തളം വലിയ കോയിക്കൽ കൊട്ടാരം. ഓരോ വർഷവും മകരവിളക്ക് മഹോത്സവത്തിന് മുന്നോടിയായി പന്തളത്തു നിന്ന് ശബരിമലയിലേക്ക് പുറപ്പെടുന്ന തിരുവാഭരണ ഘോഷയാത്ര ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ആയിരക്കണക്കിന് ഭക്തരുടെ സാന്നിധ്യത്തിലാണ് നടക്കുന്നത്. അച്ചൻ കോവിലാറിൻ്റെ നീരൊഴുക്കിനൊപ്പം ഭക്തിയുടെ ചരിത്രവും ഒഴുകുന്നിടം. സ്വാമിയെ ശരണമയ്യപ്പ ശരണഘോഷത്തിന് പിന്നിൽ ഒരു വലിയ ആത്മീയ സന്ദേശമുണ്ട്. അയ്യപ്പൻ്റെ മുന്നിൽ രാജാവും സാധാരണക്കാരനും എന്ന വ്യത്യാസമില്ല. ഓരോ ഭക്തനും മറ്റൊരാളെ സ്വാമി എന്ന് വിളിക്കുന്നു. തത്വമസി, അത് നീ തന്നെയാണെന്ന മഹാവാക്യവും ഇവിടെ വ്യാഖ്യാനിക്കപ്പെടുന്നു. ദൈവികത ഓരോ മനുഷ്യൻ്റെയും ഉള്ളിലുണ്ടെന്ന ആത്മീയ സന്ദേശമാണ് അതിലൂടെ ഓർമ്മിപ്പിക്കുന്നത്. ശ്രീ അയ്യപ്പസ്വാമിയുടെ കഥ. ഹരിയുടെയും ഹരൻ്റെയും ദിവ്യ സംഗമത്തിൽ പിറന്ന ദൈവിക ശക്തി. ധർമ്മത്തെ സംരക്ഷിക്കാനും അധർമ്മത്തെ നശിപ്പിക്കാനുമായി ഭൂമിയിൽ അവതരിച്ച ധർമ്മശാസ്താവ് ശ്രീ അയ്യപ്പസ്വാമി. പുരാണപ്രകാരം മഹിഷാസുരൻ്റെ സഹോദരിയായ മഹിഷി കഠിനമായ തപസ്സിലൂടെ ഒരു വരം നേടി. ഹരനും ഹരിയും ഒന്നിച്ചുണ്ടാകുന്ന പുത്രനല്ലാതെ മറ്റാർക്കും തന്നെ വധിക്കാൻ കഴിയില്ല എന്നതായിരുന്നു ആ വരം. ആ വരത്തിൻ്റെ ശക്തിയിൽ മഹിഷി ലോകങ്ങളെല്ലാം കീഴടക്കി. അധർമ്മം വർദ്ധിച്ചപ്പോൾ ദേവന്മാർ മഹാവിഷ്ണുവിനെയും പരമശിവനെയും അഭയം പ്രാപിച്ചു. അങ്ങനെ മോഹിനി രൂപത്തിലുള്ള മഹാവിഷ്ണുവും പരമശിവനും ഒന്നിച്ചതിലൂടെ ദിവ്യശിശുവായ അയ്യപ്പൻ അവതരിച്ചു. പമ്പാതീരത്തുള്ള വനത്തിൽ പന്തളം രാജാവ് വേട്ടയ്ക്കിടെ ഈ ദിവ്യശിശുവിനെ കണ്ടെത്തിയെന്നാണ് വിശ്വാസം. കഴുത്തിൽ മണി കെട്ടിയ നിലയിൽ കണ്ടെത്തിയതിനാൽ രാജാവ് ആ കുഞ്ഞിന് മണികണ്ഠൻ എന്ന് പേരിട്ടു. രാജമന്ദിരത്തിൽ വളർന്ന മണികണ്ഠൻ ബാല്യത്തിലെ അസാധാരണമായ കഴിവുകളും ജ്ഞാനവും വീര്യവും പ്രകടിപ്പിച്ചു. എന്നാൽ അദ്ദേഹത്തിൻ്റെ അവതാര ലക്ഷ്യം മറ്റൊന്നായിരുന്നു: മഹിഷിയെ വധിച്ച് ധർമ്മം പുനഃസ്ഥാപിക്കുക. കാലം കടന്നപ്പോൾ മഹിഷിയുടെ അതിക്രമങ്ങൾ വർദ്ധിച്ചു. ഈ സമയം രാജാവിൻ്റെ ഭാര്യയ്ക്ക് സ്വന്തം മകനായ രാജകുമാരൻ സിംഹാസനത്തിലെത്തണമെന്ന ആഗ്രഹമുണ്ടായി. അതിനാൽ മണികണ്ഠനെ അകറ്റുന്നതിനായി രാജ്ഞി രോഗം നടിക്കുകയും അതിന് പുലിപ്പാൽ മാത്രമേ ഔഷധമാകൂ എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ബാലനായ മണികണ്ഠൻ തന്നെ പുലിപ്പാൽ കൊണ്ടുവരാൻ കാട്ടിലേക്ക് പുറപ്പെട്ടു. അവിടെ വെച്ചാണ് മഹിഷി എന്ന അസുരശക്തിയുമായുള്ള അദ്ദേഹത്തിൻ്റെ യുദ്ധം നടന്നതെന്നാണ് ഐതിഹ്യം. ദീർഘമായ പോരാട്ടത്തിനൊടുവിൽ അയ്യപ്പസ്വാമി മഹിഷിയെ പരാജയപ്പെടുത്തി വധിച്ചു. ശാപമോക്ഷം ലഭിച്ച മഹിഷി മാളികപ്പുറത്തമ്മ എന്ന പേരിൽ ആരാധിക്കപ്പെടുന്ന ദേവതയുമായി. ശേഷം പുലിപ്പുറത്ത് പന്തളത്തേക്ക് മടങ്ങിയെത്തിയ മണികണ്ഠൻ അവതാര ദൗത്യം പൂർത്തിയായെന്ന് മനസ്സിലാക്കി പിന്നീട് ശബരിമലയിൽ ധർമ്മശാസ്താവിൻ്റെ രൂപത്തിൽ പ്രതിഷ്ഠിതനായെന്നാണ് വിശ്വാസം. ശബരിമല യാത്ര വെറും ഒരു തീർത്ഥയാത്രയല്ല, ആത്മനിയന്ത്രണത്തിൻ്റെയും സമത്വത്തിൻ്റെയും ഭക്തിയുടെയും ധർമ്മത്തിൻ്റെയും യാത്രയാണ്. 41 ദിവസത്തെ വ്രതാനുഷ്ഠാനം, ഇരുമുടിക്കെട്ട്, പമ്പാസ്നാനം, 18-ാം പടി, ഓരോന്നിനും അതിൻ്റേതായ ആത്മീയ പ്രാധാന്യമുണ്ട്. മനസ്സിലെ അഹങ്കാരവും ദുശ്ചിന്തകളും ഉപേക്ഷിച്ച് ശരീരത്തെയും മനസ്സിനെയും ശുദ്ധീകരിച്ച് ധർമ്മത്തിൻ്റെ പാതയിലൂടെ മുന്നേറാനുള്ള ഓർമ്മപ്പെടുത്തലാണ് അയ്യപ്പയാത്ര. പന്തളം അമ്പലത്തിന് സമീപമായി അച്ചൻ കോവിലാറിന് കുറുകെ ഒരു മനോഹരമായ തൂക്കുപാലമുണ്ട്. ആ തൂക്കുപാലത്തിലൂടെ അക്കരെ എത്തുമ്പോൾ മറുകരയിൽ ഭക്തിസാന്ദ്രമായ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് നമ്മെ വരവേൽക്കുന്നത്.
ഈ മറുകരയിൽ തന്നെയാണ് ചരിത്രപ്രസിദ്ധമായ കൈപ്പുഴ കൊട്ടാരവും സ്ഥിതി ചെയ്യുന്നത്. സംസ്കാരം നിലനിർത്തുന്നതും മുന്നോട്ട് നയിക്കുന്നതും നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന സ്നേഹവും പ്രോത്സാഹനവുമാണ്. വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കരുതേ. നിങ്ങളുടെ ഓരോ പിന്തുണയും സംസ്കാരയുടെ യാത്രയ്ക്ക് കൂടുതൽ കരുത്തേകുന്നു. വീണ്ടും മറ്റൊരു അറിവിൻ്റെയും സംസ്കാരത്തിൻ്റെയും യാത്രയിൽ കാണാം. നമസ്കാരം.